ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സ്വന്തം നാത്തൂൻസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഉത്രാടം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണത്തിനായിട്ട് ഇനി ഒരു ദിവസം കൂടി മാത്രം. കൊറോണക്കാലം ഒക്കെ ആയതുകൊണ്ട് വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും സദ്യയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഓണം അടിപൊളിയാക്കാം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് സദ്യ സ്പെഷ്യൽ എരിശ്ശേരിയാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായിട്ട് ആദ്യം എടുത്തിരിക്കുന്നത് മത്തങ്ങയാണ്. മത്തങ്ങ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. അടുത്തതായിട്ട് ചേനയാണ് നമുക്ക് വേണ്ടത്. ചേന അതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് വൻപയറാണ്. ഇതൊരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തിട്ട് എടുത്തിരിക്കുന്നതാണ്. ഇനി ഒരു കുക്കർ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ പയറും മത്തങ്ങയും ചേനയെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഈ ചെയ്ത പോലെ അല്ലാതെ പയറ് സെപ്പറേറ്റ് ഇട്ട് വേവിച്ചു കൊടുത്തിട്ട് ഈ ചേനയും മത്തങ്ങയും വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പയറ് ഒത്തിരി അങ്ങ് വെന്തൊടയാതിരുന്നോളും. ഓണമൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് കറികൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരുമിച്ചിട്ട് വേവിക്കുവാണെങ്കിൽ ഒത്തിരി സമയലാഭവും ആയിരിക്കും. നമുക്ക് എരിശ്ശേരി വേഗം തന്നെ തയ്യാറാക്കിയിട്ട് മറ്റു കറികളും ഉണ്ടാക്കാനുള്ള സമയവും കിട്ടും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസിന്റെ അളവിൽ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ കുക്കർ അടച്ചിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റും കൂടി ഇത് വേവിച്ചെടുക്കുന്നുണ്ട്. ഈ സമയം ഇതിന്റെ അരപ്പിനായിട്ടുള്ള ചേരുവകൾ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4-5 ചുമന്നുള്ളിയും 2 വെളുത്തുള്ളിയും 6-7 കാന്താരി മുളകും കൂടി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുത്തോണ്ട് വരണം. ഇപ്പൊ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഈ അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇത് ഒത്തിരി നേരം ഗ്യാസിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അരപ്പ് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അരപ്പ് ചൂടായി കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ചേനയും മത്തങ്ങയും ഒക്കെ ഇപ്പൊ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള വറവല് കൂടി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ചുമന്നുള്ളി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഒരു 2 വറ്റൽ മുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ അരമുറി തേങ്ങ ചിരകിയതാ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ തേങ്ങയുടെ അളവ് കൂട്ടുന്ന അനുസരിച്ച് എരിശ്ശേരിക്ക് നല്ല ടേസ്റ്റും കിട്ടും. ഇപ്പൊ ഏകദേശം ഒരു ബ്രൗൺ നിറം എത്തിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ മതിയാകും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് നമ്മുടെ എരിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എരിശ്ശേരിയുടെ ടേസ്റ്റ് കൂട്ടുന്നതിൽ ഒരു മെയിൻ കണ്ടന്റ് ആണ് ഈ വറവല്. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉള്ളൂ, നമ്മുടെ എരിശ്ശേരി റെഡി ആയി കഴിഞ്ഞു. അത്തമ്പത്ത് രുചിയിൽ 9ാം ദിവസം നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന റെസിപ്പിയാണിത്. ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ തയ്യാറാക്കിയിരിക്കുന്ന റെസിപ്പീസ് എല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആരെങ്കിലും കാണാൻ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണണം. അതിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോസ് കാണുക മാത്രമല്ല, എല്ലാവരും ഈ ഓണത്തിന് ഈ വിഭവങ്ങൾ ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം.
അത്തമ്പത്ത് രുചിയുടെ 10ാമത്തെ റെസിപ്പി ആയിട്ട് നാളെ തിരുവോണ ദിനത്തിൽ ഞങ്ങൾ നാത്തൂൻസ് എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ.